ഗുജറാത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ തൂത്തുവാരി ബി.ജെ.പി. സംസ്ഥാനത്ത് 9,900 തദ്ദേശ സീറ്റുകളിൽ 6,472 ബി.ജെ.പി. മിന്നും വിജയം നേടി. കോൺഗ്രസിന് 1,412 മാത്രമാണ് വിജയിക്കാനായത്. നഗരങ്ങളിൽ ബി.ജെ.പി. ആധിപത്യമാണ്. സൂറത്ത്, രാജ്കോട്ട്, വഡോദര, ഭവ്നഗർ, അഹമ്മദാബാദ് തുടങ്ങി 15 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മികച്ച പ്രകടനമാണ് നടത്തിയത്. അഹമ്മദാബാദിലെ 192 വാർഡുകളിൽ 158 ബി.ജെ.പി. നേടി. സൂറത്തിൽ 127 115 സീറ്റുകളിൽ വിജയിച്ചു. ആം ആദ്മി പാർട്ടി ഇവിടെ 4 ജയിച്ചപ്പോൾ കോൺഗ്രസിന് ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഗ്രാമങ്ങളിൽ കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ആം ആദ്മി ചലനമുണ്ടാക്കിയത് ആദിവാസി മേഖലകളിലാണ്. നർമ്മദ ജില്ലയിലെ 4 താലൂക്ക് പഞ്ചായത്തുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കച്ച് ജില്ലയിൽ ഭുജ്, ഭറൂച്ച് മേഖലകളിൽ അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM സാന്നിധ്യം അറിയിച്ചു. 15 മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്ക് പുറമെ 84 മുനിസിപ്പാലിറ്റികൾ, 34 ജില്ലാ പഞ്ചായത്തുകൾ, 260 താലൂക്ക് പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കായിരുന്നു തിരഞ്ഞെടുപ്പ്. ഗുജറാത്തിലെ ബി.ജെ.പി. പ്രവർത്തകരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെ അഭിനന്ദിച്ചു. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയോടുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് ഈ വിജയമെന്ന് അദ്ദേഹം കുറിച്ചു. വിജയത്തിന്റെ ആവേശത്തിൽ ഇന്ന് രാത്രി അഹമ്മദാബാദിൽ വൻ വിജയാഘോഷം നടക്കും. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, ഉപമുഖ്യമന്ത്രി ഹർഷ സംഘവി, സംസ്ഥാന ബി.ജെ.പി. അധ്യക്ഷൻ ജഗദീഷ് വിശ്വകർമ്മ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ഡബിൾ എഞ്ചിൻ ഭരണ മാതൃകയ്ക്കുള്ള ജനങ്ങളുടെ അംഗീകാരമായാണ് ഈ വിജയത്തെ ബി.ജെ.പി. നേതൃത്വം വിലയിരുത്തുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഈ മുന്നേറ്റം പാർട്ടിക്ക് ഇനി കരുത്തേകും. ഗ്രാമീണ നഗര മേഖലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളും ബി.ജെ.പി. വ്യക്തമായ ആധിപത്യം പുലർത്തി. നദിയാദ്, നവ്സാരി, സുരേന്ദ്രനഗർ എന്നീ 3 സ്ഥലങ്ങളിലും ബി.ജെ.പി. 50-ലധികം സീറ്റുകൾ നേടി ഏകപക്ഷീയമായ വിജയം കരസ്ഥമാക്കി. പോർബന്തറിലും മോർബിയയിലും എതിരാളികൾക്ക് ഒരു സീറ്റ് പോലും നൽകാതെ ബി.ജെ.പി. എല്ലാ സീറ്റുകളിലും വിജയിച്ചു. 84 മുനിസിപ്പാലിറ്റികളിലെ ആകെ 2030 സീറ്റുകളിൽ 1791 എണ്ണത്തിലും ബി.ജെ.പി. വിജയിച്ചു. കോൺഗ്രസ് 414 സീറ്റുകളിലും മറ്റുള്ളവർ 144 സീറ്റുകളിലും ഒതുങ്ങി. 34 ജില്ലാ പഞ്ചായത്തുകളിലെ 1090 സീറ്റുകളിൽ ബി.ജെ.പി. 568 സീറ്റുകൾ നേടി. കോൺഗ്രസ് 77 സീറ്റുകളും മറ്റുള്ളവർ 30 സീറ്റുകളും നേടി. 260 താലൂക്ക് പഞ്ചായത്തുകളിലെ 5234 സീറ്റുകളിൽ ബി.ജെ.പി. 2397 സീറ്റുകൾ സ്വന്തമാക്കി. കോൺഗ്രസ് 591 സീറ്റുകളും മറ്റുള്ളവർ 329 സീറ്റുകളും നേടി. അതേസമയം അഹമ്മദാബാദിലെ ഖാദിയ വാർഡിൽ കോൺഗ്രസ് ചരിത്ര വിജയമാണ് നേടിയത്. ബി.ജെ.പിയുടെയും മുൻഗാമിയായ ജനസംഘത്തിന്റെയും തറവാടെന്നറിയപ്പെട്ടിരുന്ന ഖാദിയയിലെ 4 സീറ്റുകളും തൂത്തുവാരിക്കൊണ്ടാണ് കോൺഗ്രസ് ഐതിഹാസിക തിരിച്ചുവരവ് നടത്തിയത്. 7 പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് ഈ മേഖലയിൽ ബി.ജെ.പിക്ക് ഇത്തരമൊരു പരാജയം സംഭവിക്കുന്നത്. 1970-കൾ മുതൽ ജനസംഘത്തിന്റെയും പിന്നീട് ബി.ജെ.പിയുടെയും അജയ്യമായ കോട്ടയായിരുന്നു ഖാദിയ. ഗുജറാത്തിൽ ബി.ജെ.പിയുടെ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് അടിത്തറ പാകിയ മണ്ണാണിത്. 8 തവണ MLA-യും സ്പീക്കറുമായിരുന്ന അശോക് ഭട്ടിന്റെയും മകൻ ഭൂഷൺ ഭട്ടിന്റെയും രാഷ്ട്രീയ തട്ടകമായിരുന്നു ഈ പ്രദേശം. ഈ കനത്ത തിരിച്ചടിക്ക് പ്രധാന കാരണം ബി.ജെ.പി. നേതാവ് ഭൂഷൺ ഭട്ട് നടത്തിയ വിവാദ പ്രസംഗമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഖാദിയയെ മറ്റൊരു പാകിസ്ഥാനാക്കാൻ അനുവദിക്കില്ല എന്ന അദ്ദേഹത്തിന്റെ പരാമർശം വോട്ടർമാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. വർഗീയ പരാമർശങ്ങളിലൂടെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമത്തേക്കാൾ പൈതൃക നഗരത്തിലെ കെട്ടിടങ്ങളുടെ സംരക്ഷണം, തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി യഥാർത്ഥ പ്രശ്നങ്ങൾക്കാണ് വോട്ടർമാർ മുൻഗണന നൽകിയത്. ഈ അമർഷമാണ് ബാലറ്റിലൂടെ പ്രതിഫലിച്ചത്. ഗുജറാത്ത് ഒട്ടാകെ ബി.ജെ.പി. തരംഗം വീശിയടിച്ചപ്പോഴും പാർട്ടിയുടെ ഏറ്റവും സുരക്ഷിതമായ സീറ്റുകളിലൊന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. സംസ്ഥാനത്തെ 15 കോർപ്പറേഷനുകളിൽ ബി.ജെ.പി. അധികാരം ഉറപ്പിച്ചപ്പോഴും പാർട്ടിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഭാഗമായ ഖാദിയയിലുണ്ടായ ഈ പരാജയം നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ചിരകാല ശത്രുവായ കോൺഗ്രസിന്റെ ഈ മുന്നേറ്റം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും. ഗുജറാത്തിലെ ഈ മിന്നും വിജയം ബി.ജെ.പിക്ക് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല. വരാനിരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഈ ആവേശം അലയടിക്കുമെന്നാണ് ബി.ജെ.പി. കേന്ദ്രങ്ങൾ കരുതുന്നത്. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ ഫലങ്ങൾ കൂടി അനുകൂലമായാൽ ദേശീയതലത്തിൽ മോദി പ്രഭാവത്തിന് മാറ്റുകൂട്ടുകയും 2029-ലേക്കുള്ള പാത കൂടുതൽ സുഗമമാവുകയും ചെയ്യും. പാർലമെന്റിൽ വനിതാ സംവരണ ബില്ലിന്റെ കാര്യത്തിൽ ബി.ജെ.പിക്ക് നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടിക്ക് ഗുജറാത്തിലെ വിജയം ശക്തമായ മറുപടിയാണ് പാർട്ടി കാണുന്നത്. ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായ ഭൂരിപക്ഷം ലഭിക്കാതെ ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടത് പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു. എന്നാൽ ജനങ്ങൾ ഇപ്പോഴും മോദി സർക്കാരിനൊപ്പമാണെന്ന് തെളിയിക്കുന്നതാണ് ഗുജറാത്തിലെ ഈ ജനവധിയെന്ന് നേതാക്കളും അവകാശപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.